ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ദ ഹണി മാംഗോ ട്രീ എന്ന് പറയുന്ന പാഠഭാഗവും ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എല്ലാമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കും, അതിനുശേഷം പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. റെഡിയാണോ? There are people around us who love nature and take care of it. നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ചില ആളുകൾക്ക് പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അതിനെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? If we take care of nature, what it give us in return? ഇനി നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി എന്താണ് നമുക്ക് റിട്ടേൺ ആയിട്ട് തിരിച്ചു തരുന്നത്? എന്തൊക്കെയാണ്? റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെയുള്ള സ്റ്റോറി നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന എന്തോ ഒന്നിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? എന്തായാലും നമുക്ക് വായിക്കാം. ദ ഹണി മാംഗോ ട്രീ. ഹണി മാംഗോ എന്ന് പറയുന്നത് എന്താണ്? നല്ല ഹണി പോലെ മധുരമുള്ള ഒരു മാംഗോ ട്രീയെ കുറിച്ചിട്ടാണ് പറയുന്നത്. You know, this tree has a special place in my heart, Rashid. My neighbor said to me as we stood under the mango tree. അപ്പോൾ ഞങ്ങൾ ആ മാംഗോ ട്രീയുടെ താഴെ ഇരിക്കുമ്പോൾ എൻ്റെ നെയ്ബറായിട്ടുള്ള റഷീദ് പറഞ്ഞു, നിനക്കറിയോ ഈ മാംഗോ ട്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. Then Rashid paused as his son, a young boy of 16, walked up with a plate of ripe mango slices. അപ്പോൾ റഷീദ് പറയുന്നത് ഒന്ന് നിർത്തി. അവൻ്റെ മകന് 16 വയസ്സായിട്ടുള്ള അവൻ്റെ മകൻ വന്നു. എങ്ങനെയാണ്? ഒരു പ്ലേറ്റ് ഫുള്ള് നല്ല പഴുത്ത മാങ്ങയുടെ സ്ലൈസുമായിട്ട് കഷ്ണങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. Did you like the mango? Rashid inquired after I had made a quick feast of it. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് കഴിച്ചതിന് ശേഷം റഷീദ് എൻ്റെ അടുത്തൊന്ന് അന്വേഷിച്ചു, നിനക്ക് ഈ മാങ്ങ ഇഷ്ടമായോ എന്നുള്ളത്. ലൈക്ക് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഹണി. ഡിഡ് യു പ്ലാന്റ് ദിസ് ട്രീ? എനിക്ക് ഇഷ്ടമായി. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹണി, ഒരു തേന് കഴിക്കുന്ന പോലെയുണ്ട്. നീയാണോ ഈ മാവ് നട്ടത് എന്ന് ചോദിക്കുകയാണ്. നോട്ട് എക്സാക്ട്ലി. ദിസ് മാംഗോ ട്രീ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. എന്താണ്? അല്ല, ശരിക്കും എക്സാക്ട്ലി ഞാനല്ല നട്ടത്, പക്ഷേ ഈ മാംഗോ ട്രീക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഐ സെഡ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് ആണുള്ളത് എന്ന് പറഞ്ഞത്. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ സ്റ്റോറി. അങ്ങനെ റഷീദ് ആ സ്റ്റോറി പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് ആ സ്റ്റോറി എന്ന് നമുക്ക് വായിക്കാം അല്ലേ? ഇറ്റ് ഹാപ്പൻ ലോങ് എഗോ. ഐ വാസ് എ യങ് ബാച്ചിലർ. ഇത് നടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഏകദേശം ഒരു യങ് ബാച്ചിലർ, കല്യാണം കഴിയ ഒരു യങ് ബാച്ചിലർ ആയിട്ടിരിക്കുന്ന സമയത്താണ്. ഐ ഹാഡ് ഗോൺ ടു വിസിറ്റ് മൈ യങ് ബ്രദർ ഹു വാസ് എ പോലീസ് ഇൻസ്പെക്ടർ. ഞാൻ എൻ്റെ യങ് ബ്രദറായിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടി പോയതായിരുന്നു. He worked in a small town about 75 miles away from here. ഇവിടെ നിന്നും ഏകദേശം 75 മൈൽ അപ്പുറത്തുള്ള ഒരു സ്മോൾ ടൗണിലായിരുന്നു അവൻ വർക്ക് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അത് നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദ ഈവനിങ്. അപ്പം ഞാൻ ഈവനിങ്ങിലേക്ക് ഏകദേശം ഒരു സെറ്റായിട്ടാണ് അങ്ങോട്ട് പോയത്. ഐ ഹാഡ് നോട്ട് ഗോൺ ഫോർ വെൻ ഐ സോ ഓൺ ആൻ ഓൾഡ് മാൻ ലേയിങ് അണ്ടർ എ ട്രീ. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ എന്ത് കണ്ടു? ഒരു വയസ്സായിട്ടുള്ള ഒരാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടു. ഹിസ് ബേർഡ് വാസ് ലോങ് ആൻഡ് ഹിസ് എയർ ഓവർ ഗ്രോൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടി, ബേർഡ് എന്ന് പറഞ്ഞാൽ താടി ഇങ്ങനെ വളർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെയറൊക്കെ ഇങ്ങനെ നന്നായിട്ട് വളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഹി ലുക്ക്ഡ് അബൌട്ട് 80. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു 80 വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട്. ആസ് ഐ അപ്രോച്ച്ഡ് ഐ ഹേർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് അപ്രോച്ച് ചെയ്തത്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് ഇങ്ങനെ ഞെക്കി ചെരുകളില്ല, അതുപോലെയുള്ളൊരു സൗണ്ട് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നി, എനിക്ക് കേട്ടു. ഹി ലുക്ക്ഡ് ബാഡ്ലി ഹിൽഡ്. എനിക്ക് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് എന്ന് മനസ്സിലായി. ഗിവ് മീ സം വാട്ടർ സൺ, ഈ സെഡ് ഇൻ എ ഹോഴ്സ് വിസ്പേർഡ് ആസ് ഹി സോ മീ. അപ്പോൾ എന്നെ കണ്ടതോടു കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പതുക്കെ പറയാണ്, എനിക്ക് കുറച്ച് വെള്ളം തായോ മകനെ എന്ന് പറയാണ്. ഐ സോ എ പ്രെറ്റി യങ് വുമൺ സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് ദ റോഡ് റീഡിങ് എ ന്യൂസ് പേപ്പർ. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഒരു യങ് വുമൺ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു, ന്യൂസ് പേപ്പർ വായിച്ചിരിക്കുന്നത്. ഐ ആസ്ക് ഹെർ ഫോർ സം വാട്ടർ. ഞാൻ അവരുടെ അടുത്ത് കുറച്ച് വെള്ളം ചോദിച്ചു. ഷീ വാസ് പേഴ്സിൾഡ് ആസ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് എ വേ വിത്ത് എ
പിച്ച് ഓഫ് വാട്ടർ. അങ്ങനെ എന്ത് ചെയ്തു, അവർ നേരെ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഐ ടോൾഡ് ഹെർ അബൌട്ട് ദ ഓൾഡ് മാൻ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ആ ഒരു വയസ്സായ ആളിനെ കുറിച്ച് പറഞ്ഞു. ഷീ ഗോട്ട് അപ്പ് ആൻഡ് കെയിം വിത്ത് മീ. അപ്പോൾ അവർ എണീറ്റിട്ട് എൻ്റെ കൂടെ വന്നു. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ അപ്പിയറൻസ് ഓഫ് ദ ഓൾഡ് മാൻ. ആ ഒരു വയസ്സായിട്ടുള്ള ആളുടെ ആ ഒരു അപ്പിയറൻസ്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയുള്ള ആളാണ്, ഫിസിക്കലി എങ്ങനെയാണ് തോന്നുന്നത്. ദ ഓൾഡ് മാൻ ഹാഡ് എ ലോങ് ബേർഡ് ആൻഡ് ഹിസ് ഹെയർ വാസ് ഓവർ ഗ്രോൺ. അപ്പം എന്താണ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മുടിയൊക്കെ നീട്ടി വളർത്തി ഇങ്ങനെ നമ്മുടെ താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരാളാണ്. ഹി ലുക്ക്ഡ് അബൌട്ട് 80. കണ്ടു കഴിഞ്ഞ ഒരു 80 വയസ്സ് തോന്നും. ഹി വാസ് ഗ്രോയിങ് ഇൻ പെയിൻ. അദ്ദേഹം വേദന കൊണ്ട് ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹി ലുക്ക്ഡ് ബാഡ്ലി ഇൽ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ എന്തോ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ യങ് വുമൺ സിറ്റിംഗ്, വാട്ട് വാസ് ഷീ ഈസ് ഡൂയിങ്. എവിടെയായിരുന്നു ആ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നത്, എന്താണ് അവർ ചെയ്തിരുന്നത്. ദ പ്രിറ്റി യങ് വുമൺ വാസ് സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് ദ റോഡ്. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തായിട്ട് അവരിങ്ങനെ ഒരു സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിൻ്റെ ബാക്കി വായിച്ചു നോക്കാം. നമുക്ക് വെൻ ഐ ഗേവ് ദ പിക്ചർ ഓഫ് വാട്ടർ ടു ദ ഓൾഡ് മാൻ ഹി ഡിഡ് സംതിങ് അമേസിങ്. ഞാൻ ആ ഒരു കുറച്ച് വെള്ളം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം കണ്ടിട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഈ ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റ്. വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ ഹി വാക്ക്ഡ് അപ്പ് ടു എ വിത്തേർഡ് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ. അപ്പോൾ അദ്ദേഹം ആ വെള്ളം കുടിക്കുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വാടിക്കുഴഞ്ഞിരിക്കുന്ന ഒരു മാംഗോ ട്രീയുടെ അടുത്തേക്ക് അദ്ദേഹം പോയി. ഇറ്റ് ഹാഡ് സ്പ്രൗട്ട് ഫ്രം ദ സീഡ് വിച്ച് ഹാഡ് ബീൻ ത്രോൺ എവേ ബൈ എ വേ ഫെയറർ. അപ്പോൾ ഈ വഴിയാത്രക്കാരോ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരു വിത്ത് മുളച്ചതാണ് അത്. ദ ഓൾഡ് മാൻ പൗഡ് ഹാഫ് ദ വാട്ടർ ഓൺ ഇറ്റ്. അപ്പോൾ അതിൻ്റെ പകുതി വെള്ളം അദ്ദേഹം എന്ത് ചെയ്തു, ആ ചെടിക്ക് നനച്ചു കൊടുത്തു. ഹി വെൻറ്റ് ബാക്ക് ടു ദ ട്രീ അണ്ടർ വിച്ച് ഹി ഹാഡ് ബീൻ റെസ്റ്റിംഗ്. എന്നിട്ട് അദ്ദേഹം ബാക്കി കുടിച്ചിട്ട് അവിടെ പോയിട്ട് റെസ്റ്റ് എടുത്തു. ഹി സാറ്റ് ഡൗൺ, ഡ്രാങ്ക് ദ വാട്ടർ ആൻഡ് പ്രേഡ് സൈലൻ്റ്ലി. അപ്പോൾ ആ വെള്ളം കുടിച്ചിട്ട് അദ്ദേഹം സൈലൻ്റ് ആയിട്ട് വളരെ നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. ഐ എം യൂസുഫ് സിദ്ദീഖ്, എ ഫക്കീർ. ദ ഓൾഡ് മാൻ സ്റ്റാർട്ടഡ് ടു സ്പീക്ക്. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ് എന്നാണ്, ഞാനൊരു ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു പുവർ മാനാണ് എന്ന് പറയാണ്. ഐ ഹാവ് നോ കിൻ ഓർ കിത്ത് ആൻഡ് കിൻ. എനിക്കെന്താണ്, കിത്തും കിന്നും ഒന്നുമില്ല, അഥവാ കുട്ടികളൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അധിക സമയം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനാണ് ഞാൻ ചെലവഴിക്കാറുള്ളത്. ഐ എം റഷീദ്, ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ റഷീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ഐ എം എ സ്കൂൾ ടീച്ചർ, ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഐ എം അസ്മ, ദ യങ് വുമൺ സെയ്ഡ്. അപ്പോൾ ആ യങ് വുമൺ പറഞ്ഞു ഞാൻ അസ്മയാണ്. ഐ എം എ സ്കൂൾ ടീച്ചർ ടു, ഞാനും ഒരു സ്കൂൾ ടീച്ചറാണ് എന്ന് പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു, ദ ഓൾഡ് മാൻ ലേഡി ഡൗൺ അഗെയിൻ. അങ്ങനെ ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും അവിടെ കിടന്നു. ഹി വാസ് ഡൈയിങ്, എന്താണ്, അദ്ദേഹം മരിച്ചുപോയി. ഹി ബ്രീത്തഡ് ഹിസ് ലാസ്റ്റ് ആസ് വി വാച്ച്. അപ്പോൾ ഇവർ നോക്കി നിൽക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബ്രീത്ത് എടുത്തു. ഐ വെൻറ്റ് ഹോം ടു ഗെറ്റ് മൈ ബ്രദർ. ഞാൻ നേരെ പോയിട്ട് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയി. ഹി ബറീഡ് ഹിം ഇൻ ദ ലോക്കൽ ഗ്രേവ്യാർഡ്. അപ്പോൾ അവിടുത്തെ ലോക്കൽ ശ്മശാനത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും ചെയ്തു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് അമേസിങ് തിങ് ഡിഡ് ദ ഓൾഡ് മാൻ ഡു. എന്താണ് ആ ഓൾഡ് മാൻ ചെയ്തിട്ടുള്ള ഒരു അമേസിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദ ഓൾഡ് മാൻ ഗോട്ട് അപ്പ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ ഹി വാക്ക്ഡ് അപ്പ് ടു ദ വിത്തേർഡ് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ ആൻഡ് പൗഡ് ഹാഫ് ദ വാട്ടർ ഓൺ ഇറ്റ്. അപ്പോൾ നീക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു. അതുപോലെ തന്നെ അദ്ദേഹം വെള്ളം കുടിക്കുന്നതിന് പകരം ആ ഒരു മരത്തിന് പോയിട്ട് വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഹാഫ് വെള്ളം അദ്ദേഹം അതിന് ഒഴിച്ചു കൊടുത്തു. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ദെൻ ഐ ഹാഡ് ഫൗണ്ട് എ സം ഓഫ് 6 rupees ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ഒരു 6 രൂപ ഞാൻ കണ്ടു. അസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees ഈച്ച്. അപ്പോൾ അസ്മയും ഞാനും എന്ത് ചെയ്തു, 5 രൂപ കൂടെ അതിൽ ചേർത്തു. ഐ ബോട്ട് സ്വീറ്റ് ഫോർ ദ എമൗണ്ട് ആൻഡ് അസ്മ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ചിൽഡ്രൻ അറ്റ് ഹെർ സ്കൂൾ. എന്നിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, അസ്മ അവരുടെ സ്കൂളിലെ കുട്ടികൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അസ്മ വാട്ടേർഡ് ദ സാപ്ലിംഗ് എവറി ഡേ. അപ്പോൾ എല്ലാ ദിവസവും അസ്മ എന്ത് ചെയ്യും,
ചെയ്യും, ആ ഒരു ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കും. ഇറ്റ് സൂൺ സ്പൗട്ടഡ് ഫ്രഷ് ലീവ്സ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ഫ്രഷ് ലീവ്സ് ഒക്കെ വന്നു. എ ലിറ്റിൽ ലേറ്റർ അസ്മ ആൻഡ് ഐ വേർ മാരീഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അസ്മയും മാരീഡായി. വെൻ ഐ ബിൽഡ് ദിസ് ഹോം ഐ കെയർഫുള്ളി അപ്രൂട്ടഡ് ദ സാപ്ലിംഗ് ആൻഡ് ബ്രൗഡ് ഇറ്റ് ഹോം. അങ്ങനെ ഞങ്ങളിവിടെ വീട് വെച്ചപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് അതിൻ്റെ വേരുകളൊന്നും പോവാതെ അതിനെ ഇവിടെ കൊടുന്നു വെച്ചു. അസ്മ ഐ പ്ലാന്റഡ് ഇൻ ഇറ്റ് ഹിയർ. ഞാനും അസ്മയും കൂടെ അതിനെ ഇവിടെ നട്ടുപിടിപ്പിച്ചു. വി വാട്ടേഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനുവർ ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്ക്. അങ്ങനെ ഞങ്ങൾ ചാരവും അതുപോലെ തന്നെ ഈ ചാണകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന് വളമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനെ നട്ടു വളർത്തി. വി ആഡഡ് സം ഹ്യൂമൻസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് എന്ത് ചെയ്തു, ഹുംസും അതുപോലെ തന്നെ ഈ എല്ലുപൊടികളൊക്കെ ഇട്ട് കൊടുത്തു. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കനോപ്പി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ അത് വളരെ ആകാശത്തോളം മുട്ടി വളരുകയാണ് ചെയ്തത്. ആൻഡ് ഹിയർ യു ആർ. ഇപ്പോൾ നീയും ഇവിടെയുണ്ട്. റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ദ ട്രീ. അങ്ങനെ റഷീദ് ചിരിച്ചുകൊണ്ട് അവനെ ആ ഒരു മരത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ആസ് ഐ റിട്ടേൺ ടു ഗോ ഹോം റഷീദ് സൺ കോൾഡ് മീ ഫ്രം ബിഹൈൻഡ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് റഷീദിൻ്റെ മകൻ പിറകിൽ നിന്ന് എന്നെ വിളിച്ചു. ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് സം മാംഗോസ് റാപ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ കുറച്ച് മാങ്ങ പൊതിഞ്ഞിട്ട് എനിക്ക് തന്നു. മദർ ആസ്ക് മീ ടു ഗീവ് യു ദീസ്. മദർ പറഞ്ഞു ഇത് നിങ്ങളുടെ അടുത്ത് തരാൻ. ഐ സ്മൈൽഡ്. അപ്പം ഞാൻ ചിരിച്ചു. താങ്ക് യു സൺ. താങ്ക് യു പറഞ്ഞു. വി ലീവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ. നമ്മൾ ഒരു ഡോറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകളാണ്. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് യുവർ നെയിം. പക്ഷേ എനിക്കെന്താണ് ഇതുവരെയും നിൻ്റെ പേര് അറിയില്ല. യൂസുഫ് സിദ്ദീഖ്. യൂസുഫ് സിദ്ദീഖ്. വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്. യെസ് അങ്കിൾ യൂസുഫ് സിദ്ദീഖ്. അതേ അങ്കിളെ, ഞാൻ യൂസുഫ് സിദ്ദീഖാണ് എന്ന് പറയാണ്. ട്രാൻസ്ലേറ്റഡ് ആൻഡ് സൈറ്റ്ലി അഡാപ്റ്റഡ്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ആള് വയ്യാതെ കിടക്കുമ്പോഴും അദ്ദേഹം ആ ഒരു നേച്ചറിനെ സ്നേഹിച്ചിട്ടുള്ളതാണ് കാണുന്നത് അല്ലേ. അതിനുശേഷം റഷീദിൻ്റെ വൈഫായിട്ടുള്ള അസ്മയും അതിനെ സ്നേഹിച്ചു, അതിനെ നട്ടു വളർത്തി. ഇപ്പോൾ നല്ല ഹണി ആയിട്ടുള്ള മാംഗോ അത് തരുന്നുണ്ട്. അപ്പോൾ ഹണി മാംഗോ ട്രീ ആയിട്ട് മാറി. ഇത് എഴുതിയിട്ടുള്ളത് ഓദർ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. വാസ് ഫേമസ് മലയാളം റൈറ്റർ. ഈസ് നോൺ ആസ് ബേപ്പൂർ സുൽത്താൻ. അദ്ദേഹത്തെ ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നു. ഈ വാസ് എ ഹ്യൂമനിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹം എന്താണ്, ഒരു ഹ്യൂമനിസ്റ്റ് ആണ്, അതുപോലെ ഫ്രീഡം ഫൈറ്റർ ആണ്, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. ഈസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, എൻ്റെ ഉപ്പൂപ്പാക്ക് ആനണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. ഈ വാസ് അവാർഡഡ് ദ പത്മശ്രീ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1982. അപ്പോൾ 1982 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിലെ കുറച്ച് ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്, അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. തിയേറ്റർ ഗെയിമാണ്. ഇനാക്ട് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ദ ഹണി മാംഗോ ട്രീ എന്ന് പറയുന്ന ഈ സ്റ്റോറി നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കാം. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് സം പ്രോപ്പർട്ടീസ് അലോങ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലാസ്സിൽ ഇനാക്ട് ചെയ്തിട്ട് കാണിക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ ആൻഡ് ഫൈൻഡ് സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദ പിക്ചർ ഗിവൺ ബിലോ. താഴെയുള്ള പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻറ്റൻസുകൾ ദ ഹണി മാംഗോ ട്രീ എന്ന് പറയുന്ന സ്റ്റോറിയിൽ നിന്നും എടുക്കുക. റൈറ്റ് ദ സെൻറ്റൻസസ് അണ്ടർ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിൻ്റെ താഴെയും ആ സെൻറ്റൻസുകൾ എഴുതി കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? റഷീദ് സൺ ഗേവ് ദ നെയ്ബർ സം മാംഗോസ് റാപ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് റഷീദിൻ്റെ മകന് കുറച്ച് മാങ്ങ കൊടുക്കുന്നതാണ് അല്ലേ. പിന്നെ എന്ത് കാണുന്നുണ്ട്? റഷീദ് കെയർഫുള്ളി അപ്രൂട്ടഡ് ദ സാപ്ലിംഗ് ആൻഡ് ബ്രൗട്ട് ഇറ്റ് ഹോം. അത് വേരുകൾ പറയാതെ തന്നെ അതെന്ത് ചെയ്തു, വീട്ടിൽ കൊടുന്നിട്ട് അതിനെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആൻ ഓൾഡ് മാൻ ഈസ് ലേയിങ് അണ്ടർ എ ട്രീ. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ മരത്തിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. അസ്മ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്. അസ്മ ആ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും പിക്ചറാണ് ഇവിടെ ഉള്ളത്. അതുമായി ബേസ് ചെയ്തുള്ള സെൻറ്റൻസ് അവിടെ എഴുതി കൊടുക്കുക. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കുമായിട്ട് നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.